നമസ്കാരം. 1923 മെയ് 1 നാസി പാർട്ടി ബവേറിയയിൽ പ്ലാൻ ചെയ്ത വൻ യോഗങ്ങൾ ഒന്നും നടക്കാതായതോടുകൂടി ഹിറ്റ്ലർ അജ്ഞാതവാസത്തിലേക്ക് പിന്തിരിയുകയാണ്. ആ അജ്ഞാതവാസം ഹിറ്റ്ലറെ സംബന്ധിച്ചിടത്തോളം ഒരു തിരിച്ചുപോക്ക് തന്നെയാണ്. ഏകദേശം 10 കൊല്ലമായി വിയന്നയിൽ നിന്ന് ഹിറ്റ്ലർ മ്യൂണിക്കിലെത്തിയപ്പോൾ എത്ര കാലം മ്യൂണിക്കിൽ ഉണ്ടാകുമെന്ന ചോദ്യത്തിന് ഹിറ്റ്ലർ അന്ന് എഴുതി കൊടുത്തിരുന്ന മറുപടി 2 കൊല്ലമാണ്. പക്ഷേ ഇപ്പോ 10 കൊല്ലമായി. ഇതിനിടയിൽ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിരിക്കുന്നു. ഒരു പാർട്ടിയുടെ അനിശ്ചിതനായ നേതാവായി ഹിറ്റ്ലർ മാറിയിരിക്കുകയാണ്. ഹിറ്റ്ലറെ ആ പാർട്ടിയിൽ മാത്രമല്ല, മ്യൂണിക്കിലെയും ബവേറിയയിലെ മറ്റ് ടൗണുകളിലെയും ഗ്രാമങ്ങളിലെയും ആളുകൾ തിരിച്ചറിയുന്ന ശൈലിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഹിറ്റ്ലറുടെ ശബ്ദം ശ്രദ്ധിക്കപ്പെടേണ്ട ഒന്നാണെന്നുള്ളൊരു തോന്നൽ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കും ഉണ്ട്. കാര്യം അങ്ങനെയൊക്കെയാണെങ്കിലും മെയ് 1 പരാജയം ഹിറ്റ്ലറെ വല്ലാതൊന്ന് ഉലച്ചിരുന്നു. ആ ഉലച്ചിൽ ഹിറ്റ്ലറെ കാര്യങ്ങൾ ഒന്നുകൂടി പഠിക്കാൻ പ്രേരിപ്പിക്കുകയാണ്. മെയ് 1 ഹിറ്റ്ലർ പരാജയപ്പെടുന്നതിനുള്ള പ്രധാന കാരണം ആർമിയുടെ നിസ്സഹകരണമാണ്. അതുവരെ നാസി പാർട്ടിയുമായി സഹകരിച്ചിരുന്ന ആർമി കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളുടെ തൊഴിലാളി ദിന പരേഡിനെ എതിർക്കുവാൻ തയ്യാറായില്ല. നാസികളുടെ പരേഡ് അനുവദിക്കാനും തയ്യാറായില്ല. സ്വാഭാവികമായും ആർമിയുടെ സഹായമില്ലാതെ മ്യൂണിക്കിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല എന്ന് ഹിറ്റ്ലർ മനസ്സിലാക്കുകയാണ്. ഹിറ്റ്ലർ ഇങ്ങനെ ഐഡിയലായിട്ട് ഗ്രാമപ്രദേശങ്ങളിലെ ഭംഗിയൊക്കെ കണ്ട് നടക്കുന്ന സമയത്ത് മ്യൂണിക്കിൽ ഒരുപാട് കാര്യങ്ങൾ അരങ്ങേറുകയാണ്. ഒരുപാട് കാര്യങ്ങൾ അരങ്ങേറുന്നു എന്ന് പറയുമ്പോൾ ജർമ്മനിയുടെയും ബവേറിയയുടെയും ചരിത്രം ആകെ മാറി മറിയാനുള്ള സംഭവങ്ങളാണ് ഉണ്ടാകുന്നത്. 1ാം ലോക മഹായുദ്ധത്തിൽ പരാജയപ്പെട്ടതോടുകൂടി ബെൽജിയത്തിനും ഫ്രാൻസിനും ഒരുപാട് തുക ഓരോ വർഷവും കൊടുക്കേണ്ട രാജ്യമായി ജർമ്മനി മാറിയിരുന്നു. 1922 നവംബർ മാസത്തിൽ തന്നെ വൻ കുടിശ്ശികയായി. അനവധി തവണ ഫ്രാൻസും ബെൽജിയവും ജർമ്മനിയോട് പണമടയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടും ജർമ്മനി പണം അടച്ചില്ല. ജർമ്മനി മനഃപൂർവ്വമാണ് ബെൽജിയത്തിനും ഫ്രാൻസിനുമുള്ള നഷ്ടപരിഹാരം നൽകാത്തതാണെന്ന് തീരുമാനിച്ച ഫ്രാൻസും ബെൽജിയവും കൂടി ജർമ്മനിയുടെ ഏറ്റവും വലിയ ഇൻഡസ്ട്രിയൽ ഏരിയയിലേക്ക് ഇടിച്ചു കയറുകയാണ്. ജർമ്മനിയിലെ സകല വ്യവസായത്തിന്റെയും ആസ്ഥാനം എന്ന് പറയുന്നത് റൂർ വാലിയാണ്. ആ താഴ്വാരത്തിലേക്ക് ഇടിച്ചു കയറിയ ബെൽജിയത്തിന്റെയും ഫ്രാൻസിന്റെയും സൈന്യം ആ മേഖലയിലെ റെയിൽവേ, മൈനുകൾ, അയൺ ഫാക്ടറികൾ എന്നുവേണ്ട സകലതിന്റെയും നിയന്ത്രണം ഏറ്റെടുക്കുകയാണ്. ഈ സംവിധാനങ്ങളിൽ നിന്നൊക്കെയാണ് യഥാർത്ഥത്തിൽ ജർമ്മനിക്ക് വരുമാനം കിട്ടിക്കൊണ്ടിരുന്നത്. ആ മേഖലയുടെ അധികാരം ഏറ്റെടുത്തോടുകൂടി ജർമ്മൻ ദേശീയ ഗവൺമെന്റ് ഒരു അനൗൺസ്മെന്റ് നടത്തുകയാണ്. അവരുടെ തൊഴിലാളികളോടാണ് അനൗൺസ്മെന്റ് നടത്തുന്നത്. നിങ്ങൾ ഇനി മുതൽ പാസീവ് റെസിസ്റ്റൻസ് നടത്തണമെന്നാണ്. ഭാഗികമായ എതിർപ്പ് ബെൽജിയത്തോടും ഫ്രാൻസിനോടും കാണിക്കണം. ഭാഗികമായ എതിർപ്പെന്ന് പറഞ്ഞാൽ ബെൽജിയവും ഫ്രാൻസും പിടിച്ചെടുത്തിരിക്കുന്ന ഫാക്ടറികളിലെ വർക്കേഴ്സ് എന്ന് പറയുന്നത് ജർമ്മൻ വർക്കേഴ്സാണ്. ആ ജർമ്മൻ വർക്കേഴ്സ് കുറേശ്ശെ പണിയെടുത്താൽ മതിയെന്നാണ് ജർമ്മൻ സർക്കാർ പറഞ്ഞിരിക്കുന്നത്. കുറേശ്ശെ പണിയെടുക്കുമ്പോഴും അവർക്കുള്ള ശമ്പളം ജർമ്മനി പൂർണ്ണമായി നൽകുമെന്ന് കൂടി ജർമ്മനി പറഞ്ഞിരിക്കുകയാണ്. പകുതി ജോലിക്ക് മുഴുവൻ ശമ്പളവും. 1922 നവംബർ മുതലാണ് ഇത് സംഭവിച്ചു തുടങ്ങുന്നത്. പതുക്കെ ജോലി ചെയ്യാതെ തന്നെ ഫാക്ടറി വർക്കേഴ്സിന്റെ കയ്യിലേക്ക് പണം വന്നു തുടങ്ങിയാണ്. സ്വാഭാവികമായിട്ടുള്ള ഒരു പണപ്പെരുപ്പം അങ്ങനെ ആരംഭിക്കുകയാണ്. ഓരോ സാധനങ്ങളുടെയും വില കൂടി തുടങ്ങി. പതുക്കെ ഇൻഫ്ലേഷൻ, നാണ്യപ്പെരുപ്പം അങ്ങ് കൂടിക്കൂടി വരികയാണ്. ഹിറ്റ്ലർ ഏകാന്തവാസത്തിലായിരിക്കുന്ന സമയത്ത് ബവേറിയയിലും ജർമ്മനിയിലെമ്പാടുമായി നാണ്യപ്പെരുപ്പം ഇങ്ങനെ കൂടിക്കൂടി വരികയാണ്. ഓഗസ്റ്റ് ഒക്കെ ആയപ്പോൾ അത്ഭുതകരമായ ഒരു സംഭവത്തിന് സകലരും സാക്ഷ്യം വഹിക്കുകയാണ്. 1923 ജനുവരിയിൽ ഒരു ബ്രെഡ് വാങ്ങാനായിട്ട് ജർമ്മൻകാർ മുടക്കേണ്ടി വന്നിരുന്ന തുക എന്ന് പറയുന്നത് 250 മാർക്കാണ്. മാർക്ക് എന്ന് പറയുന്നത് ജർമ്മൻ നാണയമാണ്. ആ ബ്രെഡിന്റെ വില ജൂലൈ ആയപ്പോൾ 1,00,000 മാർക്കായി മാറുകയാണ്. 400 മടങ്ങാണ് വില വർദ്ധിച്ചിരിക്കുന്നത്. ജനുവരി മാസത്തിൽ ആരെങ്കിലും ഇങ്ങനെ പ്രവചിച്ചിരുന്നുവെങ്കിൽ ആളുകൾ അയാൾക്ക് വട്ടാണെന്ന് പറഞ്ഞിനെ. പക്ഷെ വെറും 6 മാസം കൊണ്ട് ബ്രെഡിന്റെ വില 400 മടങ്ങായി വർദ്ധിച്ചിരിക്കുന്നു. ദേശീയ സർക്കാർ തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനായി നോട്ട് അങ്ങനെ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. തൽഫലമായി എല്ലാ സാധനങ്ങളുടെ വില ഇങ്ങനെ കൂടുകയാണ്. അതേ സമയത്ത് മറ്റൊരു അത്ഭുതകരമായ കാര്യം കൂടി അവിടെ സംഭവിക്കുകയാണ്. ഒരുപാട് ആളുകൾ ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു. ആ ആളുകൾ വായ്പ അടയ്ക്കാനായിട്ട് ചെല്ലുമ്പോൾ പഴയ വായ്പ തുക മാത്രം അവർ അടച്ചാൽ മതി. 1,00,000 മാർക്ക് വായ്പ എടുത്തിട്ടുള്ള ആള് 1,00,000 മാർക്ക് മാത്രം അടച്ചാൽ മതി. പക്ഷെ ഇവിടെ
ഒരു ബ്രെഡ് വാങ്ങണമെങ്കിൽ 1,00,000 മാർക്ക് കൊടുക്കണം എന്ന സ്ഥിതിയിൽ എത്തിയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു ബ്രെഡിന്റെ വില കൊടുത്താൽ അവിടെ പഴയ ലോൺ അടച്ചു തീരുന്ന അർത്ഥം. ബാങ്കുകളിലേക്ക് നോട്ട് കെട്ടുകൾ വന്ന് കുമിഞ്ഞു കൂടുകയാണ്. ഓഗസ്റ്റ് ആയപ്പോ വീണ്ടും പണപ്പെരുപ്പം കൂടുകയാണ്. ഓഗസ്റ്റിൽ ബ്രെഡിന്റെ വില 20 ലക്ഷം മാർക്കായി മാറുകയാണ്. ജനുവരിയിൽ ഉണ്ടായിരുന്നതിന്റെ 8,000 ഇരട്ടിയായി വില. പണപ്പെരുപ്പം 8,000 മടങ്ങായെന്ന അർത്ഥം. അത് സെപ്റ്റംബറിലേക്ക് കടന്നപ്പോ 1 കോടി മാർക്കായി മാറി. എന്ന് പറഞ്ഞാൽ 250 മാർക്ക് ഉണ്ടായിരുന്ന ബ്രെഡിന്റെ വില സെപ്റ്റംബർ ആയപ്പോൾ 1 കോടി മാർക്കായി മാറിയിരിക്കുന്നു. 40,000 മടങ്ങ് വില വ്യത്യാസം. സ്വാഭാവികമായിട്ടും ഇതിന്റെ ഗുണഭോക്താക്കൾ ഉണ്ടാവുകയാണ്. ലോൺ അടയ്ക്കേണ്ട ആളുകൾ മാത്രമല്ല ഗുണഭോക്താക്കളായത്, കർഷകരും ഗുണഭോക്താക്കളാവുകയാണ്. കർഷകരുടെ ഉൽപ്പന്നങ്ങൾക്ക് ഭയങ്കര ഡിമാൻഡാണ്. അവരുടെ പല ഉൽപ്പന്നങ്ങൾക്കും 100-200 മാർക്കാണ് വിലയുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അതിന്റെ വില 1,00,000 മാർക്കും 5,00,000 മാർക്കും 1 കോടി മാർക്കൊക്കെയാണ്. വൻ തോതിൽ അവരുടെ കയ്യിലേക്ക് പണം വരികയാണ്. ഇൻഫ്ലേഷൻ, പണപ്പെരുപ്പം വൻ തോതിൽ ജർമ്മനിയിൽ എമ്പാടും കൂടുന്നതോടുകൂടി ആളുകൾ ആകെ അരക്ഷിതാവസ്ഥയിലെത്തുകയാണ്. സ്ഥിരമായി ശമ്പളം വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് ജീവനക്കാരും പെൻഷൻ വാങ്ങുന്ന ആളുകളും വിദ്യാർത്ഥികളും ഒക്കെ വല്ലാത്ത ദാരിദ്ര്യാവസ്ഥയിലേക്ക് മാറുകയാണ്. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ദാരിദ്ര്യമാണ്. ജർമ്മനിയിൽ എമ്പാടും കലാപമാണ്. ഭക്ഷണം പിടിച്ചെടുക്കുന്നതിനുള്ള കലാപമാണ് നടക്കുന്നത്. ഏതെങ്കിലും കടകൾ എവിടെയെങ്കിലും തുറന്നിരിക്കുകയാണെങ്കിൽ ആളുകൾ കൂട്ടത്തോടെ കയറി തല്ലി പൊളിക്കുകയാണ്. ഒരു കഷ്ണം ബ്രെഡിന് വേണ്ടി, ഒരു ബിയറിന് വേണ്ടി പല ശൈലിയിലുള്ള കൊള്ളയാണ് നടക്കുന്നത്. കൊള്ളിവെപ്പുകളുടെ നിരന്തരമായ രംഗങ്ങളാണ് ജർമ്മനിയിൽ എമ്പാടും നടക്കുന്നത്. കൂടെ മുഴുവൻ ജീവനക്കാരും പബ്ലിക് സ്ട്രൈക്കിലേക്ക് കടക്കുകയാണ്. പൊതു പണിമുടക്കുകൾ. വല്ലാത്തൊരു അന്തരീക്ഷം ജർമ്മനി മുഴുവൻ ഉണ്ടാവുകയാണ്. ഈ അന്തരീക്ഷത്തിൽ നാസി പാർട്ടിയുടെ തലവനായ ഹിറ്റ്ലർക്ക് ഐഡിയലായിരിക്കാൻ പറ്റില്ല. ഈ സാഹചര്യം വെറുതെ കണ്ടുകൊണ്ട് നിൽക്കാൻ പറ്റില്ല എന്ന് അഡോൾഫ് ഹിറ്റ്ലർക്കും അറിയാം. അഡോൾഫ് ഹിറ്റ്ലർ മ്യൂണിക്കിലേക്ക് മടങ്ങിയെത്തി. സകല മേഖലയിലും ഹിറ്റ്ലറുടെ പ്രസംഗം നടക്കുകയാണ്. സകലരും ഹിറ്റ്ലറിൽ ഒരു മിശിഹയെ തന്നെയാണ് ദർശിക്കുന്നത്. സകല ദുരിതങ്ങളിൽ നിന്നും അവരെ കരകയറ്റാനായിട്ട് ഒരു അവതാരം ഉണ്ടായേ പറ്റൂ. ആ അവതാരം ബവേറിയയിലാണ് ഉണ്ടാകുന്നത്. അത് മ്യൂണിക്കിലാണ്. മ്യൂണിക്കിലെ അഡോൾഫ് ഹിറ്റ്ലറാണ് ആ അവതാരം. ആ ശൈലിയിൽ പതുക്കെ പതുക്കെ പ്രചാരണം നടക്കുകയാണ്. നാസി പാർട്ടി അംഗങ്ങളുടെ മീറ്റിംഗിൽ അനവധി ആളുകളാണ് പങ്കെടുക്കുന്നത്. ഈ കാലഘട്ടത്തിൽ അഡോൾഫ് ഹിറ്റ്ലർ പങ്കെടുക്കുന്ന മീറ്റിംഗുകളുടെ എണ്ണവും കൂടുകയാണ്. ദിവസവും 5-ലധികം മീറ്റിംഗുകൾ. ജർമ്മനിയുടെ സംസ്കാരത്തിന്റെ ഭാഗമാണ് ബിയർ ഹാളുകൾ എന്ന് പറയുന്നത്. ആളുകൾ ബിയർ അടിച്ചുകൊണ്ടിരിക്കെ തന്നെ ആ ഹാളിൽ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രസംഗമോ അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമോ നടക്കും. അത് കണ്ടുകൊണ്ടിരിക്കെ ബിയർ അടിക്കുക എന്നുള്ള അവരുടെ ഒരു ശൈലിയാണ്. അതുകൊണ്ട് ബിയർ ഹാളുകൾ ഇഷ്ടംപോലെ ഉണ്ട്. ബിയർ ഹാളുകളൊക്കെ നിറഞ്ഞ് കവിയാണ് ഹിറ്റ്ലറുടെ പ്രസംഗം കാണാനായി. രാജ്യത്തിലെമ്പാടും കലാപം വർദ്ധിച്ചതോടുകൂടി ജർമ്മൻ തലസ്ഥാനത്ത് അധികാര കൈമാറ്റം നടക്കുകയാണ്. ബെർലിനിൽ അതുവരെ അധികാരത്തിലിരുന്ന ചാൻസലർ വിൽഹം ക്യൂന മാറി സ്ട്രെസ്മാൻ അധികാരത്തിലേക്ക് വന്നു. 3-4 രാഷ്ട്രീയ കക്ഷികളെ സംയുക്തമായി ചേർത്തുകൊണ്ടാണ് സ്ട്രെസ്മാൻ അധികാരത്തിൽ വരുന്നത്. 1-ാം ലോക മഹായുദ്ധം നടക്കുന്ന സമയത്ത് യുദ്ധത്തിനോട് താല്പര്യം കാണിച്ചിരുന്ന വ്യക്തിയാണ് ഈ സ്ട്രെസ്മാൻ. ഏകാധിപത്യ ഭരണമാണ് ജർമ്മനിയുടെ വളർച്ചയ്ക്ക് നല്ലതെന്നുള്ള ചിന്തയാണ് ആ കാലഘട്ടത്തിൽ സ്ട്രെസ്മാൻ ഉണ്ടായിരുന്നത്. പക്ഷേ 5 കൊല്ലം കഴിഞ്ഞപ്പോൾ സ്ട്രെസ്മാന്റെ അഭിപ്രായം പൂർണ്ണമായും മാറുകയാണ്. ജനാധിപത്യത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും അത് തന്നെയാണ് ഏറ്റവും നല്ല ഭരണക്രമമെന്ന് സ്ട്രെസ്മാൻ എടുത്തു പറയുന്നത് ഈ കാലഘട്ടത്തിലാണ്. ആ അഭിപ്രായത്തോടു കൂടിയാണ് സ്ട്രെസ്മാൻ അധികാരത്തിലെത്തിയിരിക്കുന്നത്. സ്ട്രെസ്മാന്റെ സർക്കാരിന്റെ മുന്നിലുള്ളത് വല്ലാത്തൊരു കീറാമുട്ടിയാണ്. അനുദിനമാണ് പണപ്പെരുപ്പം വളരുന്നത്. സർക്കാർ ഇപ്പോ ഫാക്ടറി ജീവനക്കാർക്ക് 2 പ്രാവശ്യമാണ് ദിവസവും ശമ്പളം കൊടുക്കുന്നത്. ടൺ കണക്കിന് നോട്ടുകളാണ് ശമ്പളം കൊടുക്കാനായി ഓരോ ഫാക്ടറിയിലും എത്തിക്കുന്നത്. ഉച്ചയ്ക്കും വൈകുന്നേരവും 2 ശമ്പളം. ഇഷ്ടംപോലെ പണമാണ് വരുന്നത്. പക്ഷെ ആ പണം കൊണ്ടുപോയി എന്തെങ്കിലും സാധനം വാങ്ങാനായി നോക്കുമ്പോഴാണ് തലേ ദിവസം ഉണ്ടായിരുന്ന വിലയല്ല പിറ്റേന്ന്. വൻതോതിൽ വില മാറിയിട്ടുണ്ടാവും. വല്ലാത്തൊരു അരക്ഷിതാവസ്ഥയായി. സെപ്റ്റംബറിൽ സ്ട്രെസ്മാൻ അധികാരത്തിലേക്ക് വരുമ്പോൾ പ്രിന്റ് ചെയ്യാനായി വരുന്ന തുകയേക്കാൾ കുറച്ച് മൂല്യം മാത്രമേ മാർക്സിനുള്ളൂ എന്ന ശൈലിയിലേക്ക് കഥ വരികയാണ്. പണപ്പെരുപ്പത്തിന്റെ അതിഭീകരമായ അവസ്ഥ. ഒന്നിനും വിലയില്ലാത്ത സാഹചര്യം. ഒരു വിപ്ലവം അനിവാര്യമാണെന്ന് സകലരും പരസ്പരം പറഞ്ഞു തുടങ്ങിയാണ്. ബെർലിനിലാണോ വിപ്ലവം തുടങ്ങുന്നത് അതോ ബവേറിയൻ തലസ്ഥാനമായ മ്യൂണിക്കിലാണോ? അതാണ് സകലരും ചോദിക്കുന്നത്. ബെർലിനിൽ സ്ട്രെസ്മാനിലേക്ക് അധികാരം കൈമാറുന്ന അതേ ദിവസങ്ങളിൽ തന്നെ
ന്യൂറംബർഗിൽ ഒരു മീറ്റിംഗ് നടക്കുകയാണ്. രാജ്യത്തെ രക്ഷിക്കാനായി സകലരും ഒന്നിച്ചു കൂടണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു മീറ്റിംഗ് ആണ്. ന്യൂറംബർഗ് ബവേറിയ തന്നെയുള്ള ഒരു മറ്റൊരു ടൗൺ ആണ്. സെപ്റ്റംബർ 1-നും 2-നുമാണ് മീറ്റിംഗ്. ആ ന്യൂറംബർഗ് ടൗൺ മുഴുവൻ കൊടികളാണ്. 2 ശൈലിയുള്ള കൊടികളാണ് കാണുന്നത്. ബവേറിയയുടെ കൊടിയും അതുപോലെ ജർമ്മനിയുടെ കൊടിയും. ജർമ്മനിയുടെ ഔദ്യോഗിക കൊടി എന്ന് പറയുന്നത് കറുപ്പും ചുവപ്പും വെളുപ്പും കലർന്ന ഒരു കൊടിയാണ്. അതേസമയത്ത് ബവേറിയയുടെ കൊടി നീലയും വെളുപ്പുമാണ്. ഈ 2 കൊടികളും ഇടകലർന്ന് ന്യൂറംബർഗ് മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ്. സകല മേഖലയിൽ നിന്നും ആളുകൾ ന്യൂറംബർഗിലേക്ക് ഒഴുകിയെത്തിയിരിക്കുകയാണ്. ഫാദർലാൻഡിനെ രക്ഷിക്കണം. ഫാദർലാൻഡ് എന്ന് പറയുന്ന മൊത്തം ജർമ്മനിയെ രക്ഷിക്കേണ്ടിയിരിക്കുന്നു. ഒരു വിപ്ലവം അനിവാര്യമാണ്. സകലരുടെയും ശ്രദ്ധ ആ വിഷയത്തിലാണ്. ന്യൂറംബർഗിലെത്തിയ ഹിറ്റ്ലർക്ക് അപ്രതീക്ഷിതമായി ഒരു സുഹൃത്തിനെ കിട്ടുകയാണ്. ജർമ്മൻ ജനറലായിരുന്ന ലൂഡൻഡോർഫിനെയാണ് അവിടെ ഹിറ്റ്ലർ പരിചയപ്പെടുന്നത്. ഹിറ്റ്ലർ ശരിക്കും ആരാധനയോടെയാണ് ലൂഡൻഡോർഫിനെ നോക്കിക്കൊണ്ടിരുന്നത്. ലൂഡൻഡോർഫ് ജർമ്മനിയുടെ ഒരു ദേശീയ വികാരം കൂടിയാണ്. ലൂഡൻഡോർഫും ഹിറ്റ്ലറും തമ്മിൽ പെട്ടെന്ന് യോജിപ്പിലെത്തുകയാണ്. ലൂഡൻഡോർഫുമായി ബോധപൂർവമാണ് ഹിറ്റ്ലർ കമ്പനി ഉണ്ടാക്കുന്നത്. ഒരു വിപ്ലവത്തിന്റെ കാരണക്കാരനായി ഹിറ്റ്ലർ മാറുകയാണെങ്കിൽ ആ വിപ്ലവം നയിക്കുമ്പോൾ ഉറപ്പായും സൈന്യത്തിന്റെ സഹായം കൂടിയേ തീരുമെന്ന് ഹിറ്റ്ലർക്കറിയാം. സൈന്യ സഹായം കൂടെ വേണമെങ്കിൽ മുൻ ജനറലായ ലൂഡൻഡോർഫിന്റെ സാന്നിധ്യം അനിവാര്യമാണ്. ലൂഡൻഡോർഫാണ് മുന്നിൽ നിൽക്കുന്നതെങ്കിൽ ഉറപ്പായും സൈന്യം ഹിറ്റ്ലറിനൊപ്പം നിൽക്കാനുള്ള സാധ്യത കൂടുതലാണെന്ന് ഹിറ്റ്ലർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ലൂഡൻഡോർഫുമായിട്ടുള്ള ഒരു ടൈപ്പ് ഉണ്ടാക്കാനായി സെപ്റ്റംബർ 1-ലെയും 2-ലെയും മീറ്റിംഗ് ഹിറ്റ്ലർ ഉപയോഗിക്കുകയാണ്. ലൂഡൻഡോർഫും അഡോൾഫ് ഹിറ്റ്ലറുമായിട്ടുള്ള ഒരു യൂണിയൻ ന്യൂറംബർഗിൽ ഉണ്ടായതിനു പുറമെ മറ്റൊരു വലിയ സംഭവം കൂടി ന്യൂറംബർഗിൽ സംഭവിക്കുകയാണ്. പാട്രിയോട്ടിക് ഫൈറ്റേഴ്സ് അസോസിയേഷൻ എന്ന പേരിൽ ഒരു അസോസിയേഷൻ രൂപീകരിക്കപ്പെടുന്നു. ദേശസ്നേഹികളായിട്ടുള്ള ആളുകളുടെ ഒരു പുതിയ സംഘടന. ആ സംഘടനയിൽ നാസി പാർട്ടിയുടെ സായുധ വിഭാഗമായ എസ്ഐയും അംഗമാകുന്നു. വേറെയും ഒരുപാട് കക്ഷികൾ അംഗമാവുകയാണ്. സെപ്റ്റംബർ 25-ന് അതിന്റെ പൊളിറ്റിക്കൽ ലീഡറായി ഹിറ്റ്ലറെ തിരഞ്ഞെടുക്കുന്നു. പാട്രിയോട്ടിക് ഫൈറ്റേഴ്സ് അസോസിയേഷന്റെ പ്രഖ്യാപിത ലക്ഷ്യം വളരെ വ്യക്തമാണ്. ജർമ്മനിയിൽ നിന്ന് മാർക്സിസത്തിനെ പരിപൂർണമായും തുടച്ചു മാറ്റുക, വളർന്നു വരുന്ന കമ്മ്യൂണിസ്റ്റ് ചിന്താഗതിയെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളത് പാട്രിയോട്ടിക് അസോസിയേഷൻ ലക്ഷ്യമാണ്. അതോടൊപ്പം വളരെ നിർണായകമായ ഒരു തീരുമാനം കൂടി അവരെടുത്തിരിക്കുകയാണ്. പുതിയതായി എന്തായാലും വിപ്ലവം ഉണ്ടാകും. ആ വിപ്ലവത്തിൽ പുതിയ ഭരണകൂടങ്ങൾ അധികാരത്തിൽ വരും. അങ്ങനെ അധികാരത്തിൽ വരുന്ന ഭരണകൂടം ബെർലിനാണെങ്കിൽ അവർ അവിടെ നിന്ന് മാർച്ച് ചെയ്യുന്നത് നേരെ മ്യൂണിക്കിലേക്കായിരിക്കും. അത് അനുവദിക്കരുത്. വിപ്ലവം തുടങ്ങേണ്ടത് ബവേറിയൻ തലസ്ഥാനമായ മ്യൂണിക്കിലാണെന്നും ഇവിടെ നിന്നാകണം മാർച്ച് ആരംഭിക്കേണ്ടതുമാണ് ഹിറ്റ്ലർ ആ യോഗത്തിൽ പറയുന്നത്. മ്യൂണിക്കിൽ നിന്ന് ആരംഭിക്കുന്ന മാർച്ച് അവസാനിക്കേണ്ടത് ബെർലിനാണ് എന്ന് പറഞ്ഞാൽ ബവേറിയക്കാർ സംഘടിക്കണം. സംഘടിച്ച് ബെർലിനിലേക്ക് മാർച്ച് ചെയ്യണം. മാർച്ച് ചെയ്ത് ജർമ്മനിയുടെ ഭരണം പിടിക്കണം. പക്ഷെ അതിനൊരു കടമയുണ്ട്. ബവേറിയയിലെ ഭരണം ആദ്യം പിടിക്കണം. അതായി ആ അസോസിയേഷന്റെ പ്രധാന അജണ്ട. ബവേറിയയിൽ മാത്രമല്ല, ജർമ്മനിയിൽ എമ്പാടും വരാൻ പോകുന്ന വിപ്ലവത്തെക്കുറിച്ചുള്ള സൂചനകൾ എല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. സകലരും പ്രതീക്ഷിക്കുകയാണ് ഒരു വിപ്ലവം ഉണ്ടാകും. ഈ ശൈലിയിൽ പണപ്പെരുപ്പ് മുന്നോട്ട് പോയാൽ രാഷ്ട്രം തകർന്ന് തരിപ്പണമാകുന്ന സകലർക്കും അറിയാം. ഒരു വിപ്ലവം അനിവാര്യമാണ്. നേരത്തെ ഉണ്ടായിരുന്ന ഗവൺമെന്റിന് പണപ്പെരുപ്പം പിടിച്ചു നിർത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ബാക്കി പത്രമാണ് പുതുതായി വന്നിരിക്കുന്ന സസ്പെൻഡ് ഗവൺമെന്റ്. അവർക്കും ഒരു കാരണവശാലും പണപ്പെരുപ്പത്തെ നിയന്ത്രിക്കാൻ കഴിയില്ല എന്ന് സകലരും അങ്ങ് വിശ്വസിക്കുകയാണ്. ഒരു വിപ്ലവം അനിവാര്യമാണ്. പുതുതായി ഒരു ടീം അധികാരത്തിൽ വന്നാൽ മാത്രമേ ജർമ്മനിക്ക് രക്ഷയുള്ളൂ. അതാര്? സകലരും ആ കാര്യത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഒരുപാട് ആളുകൾ വളരെ പ്രതീക്ഷയോടെയാണ് നാസി പാർട്ടിയെ നോക്കിക്കാണുന്നത്. നാസി പാർട്ടിയെ അതിധീരമായി മുന്നോട്ട് നയിക്കുന്ന അഡോൾഫ് ഹിറ്റ്ലറിലാണ് സകലരുടെയും പ്രതീക്ഷ. അഡോൾഫ് ഹിറ്റ്ലറെ അഭിസംബോധന ചെയ്തുകൊണ്ട് ആയിരക്കണക്കിന് കത്തുകളാണ് ദിവസവും നാസി പാർട്ടിയുടെ ഓഫീസിലേക്ക് ലഭിക്കുന്നത്. അതിൽ ഒരു കത്ത് ഒരു സ്ത്രീ എഴുതിയിരിക്കുന്നതാണ്. മ്യൂണിക്കിന് സമീപത്തുള്ള ഒരു ടൗണിലുള്ള ഒരു സ്ത്രീയാണ്. ആ സ്ത്രീയുടെ കത്ത് വളരെ ഹൃദയസ്പർശിയാണ്. ഞാൻ കഴിഞ്ഞ 2 വർഷമായി അഡോൾഫ് ഹിറ്റ്ലറുടെ പ്രസംഗം സ്ഥിരമായി കേൾക്കുന്ന ആളാണ്. സിർക്കസ് ക്രൗണിൽ നടക്കുന്ന പ്രസംഗങ്ങൾ എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ആ പ്രസംഗം നടക്കുന്ന ദിവസങ്ങളിൽ വളരെ നേരത്തെ തന്നെ ഹാളിന് സമീപത്തെത്തും. മണിക്കൂറുകൾക്ക് മുമ്പേ ഞാൻ ക്യൂവിൽ സ്ഥാനം പിടിക്കും. അകത്തേക്ക് കിടക്കുന്ന ഞാൻ ഹിറ്റ്ലറുടെ പ്രസംഗം ഏറ്റവും നന്നായി കേൾക്കാൻ കഴിയുന്ന സ്ഥലത്താണ് എപ്പോഴും ഉണ്ടാവുക. ആ പ്രസംഗത്തിലെ ഓരോ വാക്കും
ഹിറ്റ്ലറുടെ ഓരോ ചലനവും, ഹിറ്റ്ലറുടെ നിശബ്ദതയും, ഹിറ്റ്ലറുടെ ശബ്ദ വ്യത്യാസമൊക്കെ ഞാൻ വളരെ അടുത്ത് നിന്നാണ് നോക്കിക്കണ്ടിരിക്കുന്നത്. ആ പ്രസംഗം കണ്ടുകൊണ്ട് നിൽക്കെ എന്റെ മനസ്സിലേക്ക് വരുന്ന സ്വപ്നം എന്ന് പറയുന്നത് ഹിറ്റ്ലർ നാളെ ജർമ്മനിയുടെ രക്ഷകനാകുന്ന കാഴ്ചയാണ്. ഞാൻ ഹിറ്റ്ലറിൽ ജർമ്മനിയുടെ രക്ഷകനെ കാണുന്നു. ഹിറ്റ്ലർ വാക്കുകൾ അതിശക്തമാണ്. അതേ ശക്തി ഹിറ്റ്ലറുടെ കരങ്ങൾക്കും സർവശക്തനായ ദൈവം കൊടുക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. അതിഗംഭീരമായിട്ടാണ് അവർ വാക്കുകൾ കൊണ്ട് ഹിറ്റ്ലറുടെ പ്രസംഗത്തെ വർണ്ണിക്കുന്നത്. ഹിറ്റ്ലർ അവർക്ക് ഒരു വല്ലാത്ത ശക്തിയാണ്, ഒരു വല്ലാത്ത പ്രതീക്ഷയാണ്. പുതിയ മെസ്സിഹയാണ് ഹിറ്റ്ലർ. ആയിരക്കണക്കിന് സ്ത്രീകളും പുരുഷന്മാരുമാണ് ഹിറ്റ്ലർ ഈ സമയത്ത് അധികാരം പിടിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. പക്ഷെ ഹിറ്റ്ലർ വെയിറ്റ് ചെയ്യുകയാണ്. സമയമായിട്ടില്ല എന്നൊരു തോന്നലാണ് ഹിറ്റ്ലർക്കുള്ളത്. മെയ് 1 നാസി പാർട്ടിയുടെ അധികാരം മ്യൂണിക്കിൽ എമ്പാടും ദൃശ്യമാക്കാനായിട്ടാണ് വൻ യോഗങ്ങൾ ഹിറ്റ്ലർ പ്ലാൻ ചെയ്തിരുന്നത്. അപ്രതീക്ഷിതമായാണ് മിലിറ്ററി അതിനെ തടസ്സപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ സകല കത്തുകളിലെയും വികാരം ഹിറ്റ്ലർ ശരിക്കും അറിഞ്ഞിട്ടും ഹിറ്റ്ലർ ഒരു സ്റ്റെപ്പ് പുറകിലോട്ട് നിൽക്കുകയാണ്. മുന്നോട്ട് ചാടാൻ ഒരു മടി ഹിറ്റ്ലർക്ക് ഉള്ളതുപോലെ നാസി പാർട്ടിയിലെ മറ്റ് ലീഡേഴ്സിലേക്ക് വൻതോതിൽ പ്രഷർ വരികയാണ്. ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് അനുയായികളാണ് ദിവസവും അവരിലേക്ക് പ്രഷർ ചെലുത്തുന്നത്. ഇപ്പൊ ഇടപെടണം, ബവേറിയൻ സർക്കാരിനെ അട്ടിമറിക്കണം. ബവേറിയൻ സർക്കാരിനെ അട്ടിമറിക്കാനായി നാസി പാർട്ടി ശ്രമിക്കും എന്നൊരു സൂചന പതുക്കെ പതുക്കെ മ്യൂണിക്കിൽ പടർന്നു വരികയാണ്. സ്വാഭാവികമായും അധികാരത്തിലുള്ള നെല്ലിംഗ് ഗവൺമെന്റും അതറിയുകയാണ്. കേന്ദ്രത്തിലുള്ള സെസ്മാൻ ഗവൺമെന്റിനോട് എതിർപ്പുള്ള വ്യക്തിയാണ് ബവേറിയൻ സ്റ്റേറ്റിന്റെ തലവനായ നെല്ലിംഗ്. പക്ഷെ നെല്ലിങ്ങിനെ അട്ടിമറിക്കാനായി നാസി പാർട്ടി മുന്നോട്ട് വരും എന്നൊരു സൂചന നെല്ലിങ്ങിനെ കിട്ടിയതോടുകൂടി നെല്ലിങ്ങിന്റെ ശ്രദ്ധയും നാസി പാർട്ടിയിലേക്ക് തിരിയുകയാണ്. സെപ്റ്റംബർ 5 സിർക്കസ് ക്രോണിൽ നടന്ന വൻ മീറ്റിംഗിൽ ഹിറ്റ്ലർ പ്രഖ്യാപിച്ചു, അത് ആഗതമായിരിക്കുന്നു. അതെ, ഭരണമാറ്റത്തിന്റെ സമയം ആഗതമായിരിക്കുന്നു. ഒരു വിപ്ലവത്തിനുള്ള സമയം ഇതായി എത്തിയിരിക്കുന്നു. ആ വിപ്ലവം സ്റ്റാർട്ട് ചെയ്യുന്നത് ബെർലിനാണെങ്കിൽ അവസാനിക്കുന്നത് ഇവിടെ മ്യൂണിക്കിലാവും. അത് അപകടമാണ്. വിപ്ലവം തുടങ്ങേണ്ടത് ഇവിടെയാണ്, ഈ ബവേറിയയിലാണ്, ഈ മ്യൂണിക്കിലാണ്. ഇവിടെ നിന്നാണ് വിപ്ലവം ആരംഭിക്കേണ്ടത്. വിപ്ലവത്തിന്റെ ഫലം ഇവിടെ നിന്നുള്ള ഒരു മാർച്ചായിരിക്കണം. ആ മാർച്ച് അവസാനിക്കേണ്ടത് ബെർലിൻ പിടിച്ചടക്കിക്കൊണ്ടായിരിക്കണം. അതിശക്തമായ വാചകങ്ങൾ കൊണ്ട് ഹിറ്റ്ലർ ആളുകളെ ഇളക്കി മറിക്കുകയാണ്. അനിവാര്യമായ വിപ്ലവത്തിന് ഹിറ്റ്ലറുടെ മനസ്സ് റെഡിയായി എന്നൊരു തോന്നൽ നാസി പാർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നേതാക്കൾക്കും അനുയായികൾക്കും മറ്റ് കേൾവിക്കാർക്കും ഒക്കെ ഉണ്ടാവുകയാണ്. വിപ്ലവം നടത്താൻ ഇതാ ഹിറ്റ്ലർ റെഡിയാകുന്നു. സകലരും അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. എന്നാണ് ആ വിപ്ലവം തുടങ്ങുക, എന്നായിരിക്കും ആ അട്ടിമറി നടക്കുക? അപ്പോഴാണ് നാസി പാർട്ടിയുടെ ആ അനൗൺസ്മെന്റ് വരുന്നത്. സെപ്റ്റംബർ 27 14 സ്ഥലങ്ങളിൽ അഡോൾഫ് ഹിറ്റ്ലർ പ്രസംഗിക്കുന്നു, പബ്ലിക് പ്ലേസുകളിൽ. സകലരും ആകാംക്ഷയോടെ ആ ദിവസത്തിന് കാതോർക്കുകയാണ്. സെപ്റ്റംബർ 27 മ്യൂണിക്കിൽ നടക്കുന്ന സകല മീറ്റിങ്ങുകളിലൂടെയും ഹിറ്റ്ലർ ആളുകളുടെ വികാരം ആളിക്കത്തിച്ച് ഗവൺമെന്റിനെതിരായ ഒരു ജനവികാരം ഉണ്ടാക്കുമെന്നത് 100% ഉറപ്പാണ്. സകലരും ആ ദിവസത്തേക്ക് കാതോർക്കുമ്പോൾ അതിന്റെ തലേ ദിവസം സെപ്റ്റംബർ 26 അപ്രതീക്ഷിതമായി ചില സംഭവങ്ങൾ ഉണ്ടാകുന്നു. ബെർലിനിൽ സെസ്മാൻ ഗവൺമെന്റ് അതുവരെ ഉണ്ടായിരുന്ന പാർഷ്യൽ റെസിസ്റ്റൻസ് അവസാനിപ്പിക്കുകയാണ്. തൊഴിലാളികൾ ഫ്രഞ്ചുകാരോടും അതുപോലെ ബെൽജിയംകാരോടും ഭാഗികമായി എതിർപ്പ് പുലർത്തിക്കൊണ്ടാണ് ജോലി ചെയ്തിരുന്നത്. അത് അവസാനിപ്പിക്കുന്നു. അതേ സമയത്ത് ബവേറിയയുടെ പ്രധാനമന്ത്രിയായ നെല്ലിംഗ് ബവേറിയയിലെ മുൻ പ്രധാനമന്ത്രിയായ ഓൺ കാഹറെ അധികാരത്തിലേക്ക് തിരിച്ചു വിളിക്കുകയാണ്. ഓൺ കാഹർക്ക് നെല്ലിംഗ് കൊടുത്തിരിക്കുന്ന പോസ്റ്റ് ജനറൽ സ്റ്റേറ്റ് കമ്മീഷണർ എന്നാണ്. അബ്സല്യൂട്ട് അധികാരമാണ് ജനറൽ സ്റ്റേറ്റ് കമ്മീഷണർക്കുള്ളത്. ഒരു ഏകാധിപതിയുടേതായ എല്ലാ അധികാരങ്ങളും ജനറൽ സ്റ്റേറ്റ് കമ്മീഷണർക്ക് നെല്ലിംഗ് അനുവദിച്ചു കൊടുത്തിരിക്കുകയാണ്. ആരോടും ചോദിക്കാതെ ഏത് തീരുമാനവും എടുക്കാനുള്ള പരിപൂർണമായ സ്വാതന്ത്ര്യമാണ് ഓൺ കാഹർക്ക് കിട്ടിയിരിക്കുന്നത്. അധികാരത്തിലേറിയ ഓൺ കാഹർ ആദ്യം ചെയ്തത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക എന്നുള്ളതാണ്. ബവേറിയയിൽ അടിയന്തരാവസ്ഥ. പിറ്റേ ദിവസം സെപ്റ്റംബർ 27 മ്യൂണിക്കിൽ 14 പൊതുയോഗങ്ങൾക്ക് നാസി പാർട്ടി ആഹ്വാനം നടത്തിയിരിക്കുകയായിരുന്നു. അതിന്റെ തലേ ദിവസം രാത്രിയിൽ സ്റ്റേറ്റിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചിരിക്കുന്നു. എല്ലാ മീറ്റിങ്ങുകളും നിരോധിച്ചിരിക്കുന്നു. ഒരു തരത്തിലുള്ള കൂടിച്ചേരലുകൾക്കും അനുവാദമില്ല. അതേ ദിവസം തന്നെ ജർമ്മനിയിൽ എമ്പാടും സെസ്മാനും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയാണ്. ജർമ്മനിയുടെ ദേശീയ അടിയന്തരാവസ്ഥയും അതോടൊപ്പം
ബവേറിയൻ സ്റ്റേറ്റിന് അടിയന്തരാവസ്ഥയും ഒരേ സമയത്ത് നിലവിൽ വരികയാണ്. ആളുകളെ കൂട്ടം കൂടുന്നത് തടസ്സപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് അടിയന്തരാവസ്ഥയുടെ പിന്നിലുള്ളത്. ഓൺ കോഹറും അഡോൾഫ് ഹിറ്റ്ലറും തമ്മിൽ നേർക്കുനേരുള്ള എതിർപ്പ് ആരംഭിക്കുന്നത് ഈ നിമിഷം മുതലാണ്. ഒക്ടോബർ മാസം പൂർണ്ണമായും മ്യൂണിക്കിൽ വല്ലാത്ത ടെൻഷനാണ്. ശക്തരായ രണ്ട് പൂച്ചകൾ ഒരു സ്ഥലത്ത് അധികാരം സ്ഥാപിക്കാനായി ശ്രമിക്കുമ്പോൾ പരസ്പരം നോക്കിക്കൊണ്ടിങ്ങനെ നടക്കുമല്ലോ, അതുപോലെ നടക്കുന്ന ഒരു പ്രതീതിയാണ്. ഓൺ കാഹറിൻ ടീമും ഹിറ്റ്ലറിൻ ടീമിനെയും നിരന്തരം നിരീക്ഷിക്കുകയാണ്. ഹിറ്റ്ലറിൻ ടീമും അത് തന്നെയാണ് ഓൺ കാഹറിനോട് ചെയ്യുന്നത്. പരസ്പരം നിരീക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ മുറുമുറുത്ത് നിൽക്കുകയാണ്. രണ്ടുപേരും പരസ്പരം മല്ലടിക്കാനുള്ള ഒരു ശ്രമത്തിലേക്ക് നീങ്ങുന്നുവെന്ന് പൊതുജനത്തിന് തോന്നുന്ന സമയമാണ്. ഒരു വല്ലാത്ത ടെൻഷൻ മ്യൂണിക്കിൽ എമ്പാടുമുണ്ട്. എന്ത് സംഭവിക്കും? അതാണ് സകലരുടെയും മനസ്സിലെ ചോദ്യം. അഡോൾഫ് ഹിറ്റ്ലർ അങ്ങനെ എളുപ്പം തോറ്റു പിന്മാറുന്ന ആളല്ലെന്ന് എല്ലാവർക്കും അറിയാം. അത് തന്നെയാണ് ഓൺ കാഹറെ കുറിച്ചുള്ള അഭിപ്രായം. അതിശക്തനാണ് ഓൺ കാഹർ. നേരത്തെ ബവേറിയയുടെ പ്രധാനമന്ത്രി ആയിരുന്ന ആളാണ്. ഇപ്പോ ഏകാധിപത്യ സ്വഭാവമുള്ള ജനറൽ കമ്മീഷണർ കൂടിയാണ്. സകല തീരുമാനങ്ങളും ഒറ്റയ്ക്കെടുക്കാൻ കപ്പാസിറ്റി ഉള്ള വ്യക്തിയുമാണ്. രണ്ട് തുല്യ ശക്തികൾ മുഖത്തോട് മുഖം നിൽക്കുന്ന ഒരു പ്രതീതിയിലായി മ്യൂണിക്ക് മുഴുവൻ. അതേ സമയത്ത് പ്രസിഡന്റ് ഫെഡറിക് എബർട്ട് ഡിഫൻസ് മിനിസ്റ്റർ ഗെസ്ലറെ ഒരു ചുമതല ഏൽപ്പിക്കുകയാണ്. അക്രമ പ്രവർത്തനങ്ങൾ എവിടെ കണ്ടാലും അത് അടിച്ചമർത്തുക, അതോടൊപ്പം അക്രമ പ്രവർത്തനത്തിന് കാരണമാകുന്ന എന്ത് സംവിധാനത്തെയും നിരോധിക്കാനും കണ്ടുകെട്ടാനുള്ള ഒരു അധികാരം കൂടി ഗെസ്ലർക്ക് പ്രസിഡന്റ് കൊടുക്കുകയാണ്. അധികാരം ലഭിച്ച ഗെസ്ലർ ആദ്യം ചെയ്തത് ചാൻസലർ സ്ട്രസ്മാനെതിരായിട്ട് ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചുകൊണ്ടിരുന്ന പത്രസ്ഥാപനങ്ങളെ ഒന്നടങ്കം നിരോധിക്കുക എന്നുള്ളതാണ്. അവരുടെ പബ്ലിക്കേഷൻസ് ഒക്കെ കണ്ടുകെട്ടാനായി ഗെസ്ലർ തീരുമാനിച്ചു. ഗെസ്ലർ അതിലേക്ക് കടക്കുകയാണ്. അതേ സമയത്ത് ദേശീയ സർക്കാരിനെതിരായി അനവധി പബ്ലിക്കേഷൻസ് പ്രസിദ്ധീകരിക്കുന്ന സ്ഥലമാണ് ബവേറിയ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. മ്യൂണിക്കിൽ തന്നെ അനവധി പബ്ലിക്കേഷൻസ് ഉണ്ട്. ആ പ്രസ്സുകൾ കണ്ടുകെട്ടാൻ ഗെസ്ലർ ബവേറിയൻ സ്റ്റേറ്റിന്റെ ആർമി ചീഫായ ലോസോവിനോട് ആവശ്യപ്പെട്ടു. ലോസോ അത് പൂർണ്ണമായും നിരസിക്കുകയാണ്. ബവേറിയൻ സ്റ്റേറ്റ് കമ്മീഷണറായ ഓൺ കോഹറിന്റെ അഭിപ്രായത്തിന് നേരെ വിരുദ്ധമാണ് ദേശീയ സർക്കാർ ആവശ്യപ്പെട്ടിരിക്കുന്ന കാര്യം. ദേശീയ സർക്കാർ പറയുന്നതല്ല, ഓൺ കോഹർ പറയുന്നതാണ് ലോസോ അനുസരിക്കുന്നത് മനസ്സിലാക്കിയ പ്രസിഡന്റ് എബർട്ട് ബവേറിയയിലെ ആർമി ചീഫായ ലോസോവിനെ തൽസ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്തു. വിവരം ഓൺ കാഹർ അറിഞ്ഞു. ഓൺ കാഹർ ലോസോവിനെ അതേ പോസ്റ്റിലേക്ക് തന്നെ റീഇൻസ്റ്റേറ്റ് ചെയ്യാണ്. ബവേറിയയിലെ ആർമിയുടെ തലവനായി ഓൺ കാഹർ ലോസോവിനെ നിയമിച്ചു. ദേശീയ സർക്കാർ പിരിച്ചുവിട്ട വ്യക്തിയെ അതേ സ്ഥലത്ത് തന്നെ ഓൺ കാഹർ നിയമിക്കുകയാണ്. രണ്ട് വ്യത്യസ്ത അധികാര ധ്രുവങ്ങൾ. സ്റ്റേറ്റ് കേന്ദ്രത്തിന്റെ അധികാരത്തെ ചോദ്യം ചെയ്യുകയാണ്. മ്യൂണിക്കും ബെർലിനും തമ്മിലുള്ള അകൽച്ച പൂർണ്ണമാകുന്നു. ബവേറിയൻ തലസ്ഥാനമായ മ്യൂണിക്കിൽ ഇരുന്നു കൊണ്ട് ബവേറിയ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഇപ്പോ ത്രിമൂർത്തികളാണ്. ഓൺ കാഹർ സ്റ്റേറ്റ് കമ്മീഷണർ, ആർമി ചീഫ് ലോസോ, പോലീസ് ചീഫ് എന്ന് പറയുന്നത് കേണൽ ഹാൻസ് വോൺ സീസറാണ്. സീസറും ലോസോവും ഓൺ കോഹറും ഇവർ മൂന്നുപേരും അടങ്ങിയ ത്രിമൂർത്തികളാണ് ഇപ്പോ ബവേറിയയുടെ ഭരണം നിയന്ത്രിക്കുന്നത്. ഇവർക്ക് മുകളിലായി പ്രധാനമന്ത്രി നെല്ലിങ്. ഇവർ ഒരു വശത്തും മറുഭാഗത്ത് ബെർലിനും. ഇതിനിടയിലാണ് അഡോൾഫ് ഹിറ്റ്ലറും നാസി പാർട്ടിയും ഉള്ളത്. ബെർലിനും മ്യൂണിക്കും തമ്മിലുള്ള ബന്ധം വഷളാകുന്നതുമായി ബന്ധിപ്പിച്ച വാർത്തകളിലാണ് ജനം മുഴുവൻ ഈ ദിവസങ്ങളിൽ ശ്രദ്ധിച്ചിരുന്നത്. അതേ സമയത്ത് അഡോൾഫ് ഹിറ്റ്ലറും നാസി പാർട്ടിയും ഓൺ കാഹറിന്റെ നേതൃത്വത്തിലുള്ള ടീമും തമ്മിലുള്ള വഴക്ക് കട്ടന് പുറകിൽ ശരിയായി നടക്കുന്നുണ്ടായിരുന്നു. രണ്ടുപേരുടെ ലക്ഷ്യം ബെർലിൻ പിടിക്കുക എന്നുള്ളതാണ്. ബെർലിനിൽ അധികാരമാറ്റം വേണമെന്നുള്ള കാര്യത്തിൽ ഓൺ കാഹറിനും എതിരഭിപ്രായമില്ല. പക്ഷെ ആ അധികാരമാറ്റം അത് എങ്ങനെ ആകണം എന്നുള്ളതിലാണ് ഓൺ കാഹറിന്റെ ടീമും അഡോൾഫ് ഹിറ്റ്ലർ ടീമും തമ്മിലുള്ള പ്രധാന അഭിപ്രായ വ്യത്യാസം. ആ അഭിപ്രായ വ്യത്യാസം ദിവസങ്ങൾ മുന്നോട്ട് പോകുന്തോറും കൂടിക്കൂടി വരികയാണ്. ഒക്ടോബർ പകുതിയോടുകൂടി അഭിപ്രായ വ്യത്യാസം അതിശക്തമായി വളരുകയാണ്. ഓൺ കാഹറിന്റെ നേതൃത്വത്തിലുള്ള ത്രിമൂർത്തികളുടെ അഭിപ്രായം വിപ്ലവം തുടങ്ങേണ്ടത് ബെർലിനിലാണെന്നാണ്. വിപ്ലവം തുടങ്ങേണ്ടത് ഉറപ്പായും ബവേറിയയിൽ നിന്നാണ്. ബവേറിയയിൽ നിന്ന് ബെർലിനിലേക്ക് നമ്മൾ മാർച്ച് ചെയ്യുകയാണ് വേണ്ടതെന്നാണ് അഡോൾഫ് ഹിറ്റ്ലറുടെ അഭിപ്രായം. അല്ലെങ്കിൽ നിലവിലുള്ള കമ്മ്യൂണിസ്റ്റുകാരും ജൂതന്മാരും വീണ്ടും അധികാരത്തിൽ വരിക തന്നെയായിരിക്കും സംഭവിക്കുകയെന്ന്
ഹിറ്റ്ലർ ഉറപ്പിച്ചു പറയുകയാണ്. അതിനെ പക്ഷേ ഓൺകാഹർ അംഗീകരിക്കുന്നില്ല. ഓൺകാഹറും ത്രിമൂർത്തികളും ദേശീയ തലസ്ഥാനത്ത് രൂപം കൊള്ളുന്ന ടീമിന്റെ ഭാഗമാകാനുള്ള ശ്രമത്തിലാണ്. ബെർലിനിലെ സർക്കാരിനെ അട്ടിമറിക്കാനായി അവിടെ ഒരു വലിയ ടീം ഉണ്ടായി വരുന്നുണ്ട്. ആ ടീമിന്റെ ഒരു പാർട്ടാകുക എന്നുള്ളതാണ് ഓൺകാഹറിന്റെ ടീമിന്റെ ലക്ഷ്യം. അതേസമയത്ത് ഹിറ്റ്ലർ പറയുന്നത് ബവേറിയ ഈ പ്രാവശ്യം ജർമ്മനിയുടെ അധികാരത്തിൽ എത്തണമെന്നാണ്. ബവേറിയയിൽ നിന്ന് നമ്മൾ അങ്ങോട്ട് മാർച്ച് ചെയ്യണം, നമ്മൾ അധികാരം പിടിക്കണം, നമ്മൾ അവരുടെ ഒരു ഭാഗമാകുകയല്ല വേണ്ടത്, മറിച്ച് നമ്മളാകണം അധികാരത്തിൽ. അതാണ് ഹിറ്റ്ലറുടെ അഭിപ്രായം. വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ആയതുകൊണ്ട് തന്നെ ഒന്നിച്ചു പോകാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പെട്ടെന്ന് വഷളാവുകയാണ്. ഒക്ടോബർ 30 സിർക്കസ് ക്രോണിൽ നടന്ന ഒരു മീറ്റിംഗിൽ ഹിറ്റ്ലർ അയാളുടെ അനുയായികളോട് പ്രസംഗിക്കുകയാണ്. നമ്മൾ ബവേറിയക്കാർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. നമ്മളായിരിക്കണം വിപ്ലവത്തിന് തുടക്കം കുറിക്കേണ്ടത്. ആ വിപ്ലവം ജർമ്മനിയുടെ ഇപ്പോഴത്തെ പതാക താഴെ ഇറക്കുന്നതിലെത്തണം. ഇവിടെ ബവേറിയയുടെ പതാക ഉയരണം. ആ പതാകയുമായി നമ്മൾ ബെർലിനിലേക്ക് മാർച്ച് ചെയ്യണം. അവിടെ അധികാരത്തിലുള്ള മാർക്സിസ്റ്റുകാരുടെയും ജൂതന്മാരുടെയും നെഞ്ചിലേക്ക് നമുക്ക് കത്തി കുത്തി ഇറക്കണം. അവരെ നമുക്ക് വധിക്കണം, അവരെ ഉന്മൂലനം ചെയ്യണം. എന്നാൽ മാത്രമേ ജർമ്മനിക്ക് സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. നമ്മളെ കഴിഞ്ഞ യുദ്ധത്തിൽ പിന്നിൽ നിന്ന് കുത്തിയവരാണ് ഇപ്പോഴും അധികാരത്തുള്ളവർ. ആ പിന്നിൽ നിന്നുള്ള കുത്തിന് കരുത്ത് കൊടുത്തവരാണ് കമ്മ്യൂണിസ്റ്റുകാരും ജൂതന്മാരും. അവരെ ഉന്മൂലനം ചെയ്തേ പറ്റൂ, അവരെ നശിപ്പിച്ചേ പറ്റൂ. ഹിറ്റ്ലർ അങ്ങ് കത്തിക്കുകയാണ്. ബവേറിയയിലെ ആളുകളുടെ ആവേശം വൻതോതിൽ ഉയർത്തത്തക്ക ശൈലിയിലാണ് ഹിറ്റ്ലറുടെ പ്രസംഗം. നാസി പാർട്ടിയും ഹിറ്റ്ലറും ആക്ഷനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. എത്രയും പെട്ടെന്ന് ഇടപെടൽ നടത്തണം, വിപ്ലവം ഇവിടെ നിന്ന് തുടങ്ങണം, അതാണ് അവരുടെ അഭിപ്രായം. അതേ സമയത്ത് ഓൺകാഹറും തിമൂർത്തികളും വെയിറ്റ് ചെയ്യുക എന്ന നയത്തിലാണ്. ബെർലിനിൽ വിപ്ലവം നടക്കട്ടെ, എന്നിട്ട് നമുക്ക് ഇടപെടാം, അതാണ് അവരുടെ ശൈലി. രാജ്യമെമ്പാടും പടർന്നു പിടിച്ചിരിക്കുന്ന പണപ്പെരുപ്പം അതിശക്തമായി തുടരുന്നതുകൊണ്ട് തന്നെ സകല മേഖലയിലും സർക്കാരിനോടുള്ള എതിർപ്പ് ദൃശ്യമാണ്. ആ എതിർപ്പ് അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ വിപ്ലവം അനിവാര്യമാണെന്ന് എല്ലാവർക്കും അറിയാം. ആ സാഹചര്യത്തെ മുതലെടുത്തുകൊണ്ട് സാക്സോണിയയിലും തുരിങ്ങയിലും കമ്മ്യൂണിസ്റ്റുകൾ അധികാരം പിടിച്ച വാർത്ത ബവേറിയയിലും അറിയുന്നു. 2 സ്റ്റേറ്റുകളിൽ ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് ഭരണമായി. ആ കമ്മ്യൂണിസ്റ്റ് ഭരണം ജർമ്മനി മുഴുവൻ വ്യാപിക്കും എന്നൊരു തോന്നൽ പലർക്കും ഉണ്ടാകുന്നത് ഈ ഘട്ടത്തിലാണ്. കമ്മ്യൂണിസ്റ്റുകാർ ഓരോ സ്റ്റേറ്റ് ആയിട്ട് പിടിച്ചെടുക്കുന്നത് ബവേറിയയിലെ കമ്മ്യൂണിസ്റ്റ് വിരുദ്ധർ അസ്വസ്ഥതയോടെയാണ് കണ്ടത്. ഓൺകാഹറിന്റെ ടീമിന്റെ തണുപ്പൻ മട്ടിലുള്ള മുന്നോട്ട് പോക്ക് പലർക്കും എതിർപ്പുണ്ടാക്കിയാണ്. അതേ എതിർപ്പ് തന്നെ നാസി പാർട്ടിക്കുള്ളിലും ഉണ്ടാവുകയാണ്. നാസി പാർട്ടിയിൽ ലീഡേഴ്സിന് മേൽ ശക്തമായ പ്രഷർ വരികയാണ്. ഒന്നുകിൽ നിങ്ങൾ വിപ്ലവം നടത്തണം, അല്ലെങ്കിൽ ഞങ്ങൾ വിട്ടുപോയി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേരും. ഈ ശൈലിയിൽ പറയുന്ന അനുയായികളുടെ എണ്ണവും കൂടി വരികയാണ്. എവിടെയാണോ ആക്ഷൻ ഉള്ളത് ആ ഭാഗത്തേക്ക് അണികൾ നീങ്ങുമെന്നുള്ളത് സ്വാഭാവികമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് നാസി പാർട്ടിയിൽ നിന്ന് ഒഴുക്കുണ്ടാകുമെന്ന് നേതാക്കൾ ഹിറ്റ്ലർ ധരിപ്പിക്കുന്നു. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്കുള്ള നാസി അനുയായികളുടെ ഒഴുക്ക് തടയണമെങ്കിൽ ബവേറിയൻ സർക്കാരിനെ അട്ടിമറിച്ചുകൊണ്ട് നാസി പാർട്ടി അധികാരത്തിൽ വരേണ്ടിയിരിക്കുന്നു. പക്ഷേ എങ്ങനെ? അതാണ് കാതലായ ചോദ്യം. അഡോൾഫ് ഹിറ്റ്ലറും നാസി പാർട്ടിയും അതിനുള്ള മാർഗങ്ങളെക്കുറിച്ച് ആലോചിക്കുകയാണ്. അട്ടിമറിക്കപ്പെടാതിരിക്കാനായി ഓൺകാഹറും സർക്കാരും ജാഗരൂകരുമാണ്. ഒരു ഫൈറ്റ് ആരംഭിക്കുന്നു. കഥയുടെ ഈ ഭാഗം ഇവിടെ ഞാൻ അവസാനിപ്പിക്കുന്നു. അഡോൾഫ് ഹിറ്റ്ലറുടെ കഥ ഇതുവരെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. ഈ കഥ ഇതുവരെ കണ്ടുകൊണ്ടിരുന്ന സകലർക്കും നന്ദിയോടുകൂടി എന്റെ സ്നേഹം ഞാൻ പങ്കുവയ്ക്കുന്നു. താങ്ക് യു.